ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു സമഗ്ര അവലോകനമാണ്. നമ്മൾ വിഴിഞ്ഞം പോർട്ടിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജിനെ പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ വഴിയാണ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ കിടക്കുന്നത് ഇൻ്റർനാഷണൽ ഈസ്റ്റ് വെസ്റ്റ് മാരിടൈം ട്രേഡ് റൂട്ടിലാണ്. അതായത് സൂയസ് കനാലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ സീ റൂട്ട് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലൂടെയാണ് കടന്നു പോകുന്നത്. കണ്ടെയ്നർ കടന്നു പോകുന്ന കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷൻ്റെ ഏതാണ്ട് 30-40% കടന്നു പോകുന്ന റൂട്ടിലാണ് ഇന്ത്യൻ ഓഷ്യൻ ഉള്ളത്. അതാണ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ അഡ്വാൻറ്റേജ് നോക്കിയിട്ട് നമുക്ക് വിഴിഞ്ഞം പോർട്ടിലേക്ക് പോകാം. ഇന്ത്യ എന്ന കൺട്രി കിടക്കുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രേഡ് റൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഇൻ്റർനാഷണൽ ട്രേഡ് റൂട്ടാണ് ഇത്. ഈ ട്രേഡ് റൂട്ടിലാണ് നമ്മുടെ ഇന്ത്യ. ഈ ട്രേഡ് റൂട്ടുമായിട്ട് ഇന്ത്യ വളരെ അടുത്താണ്. ഏതാണ്ട് 12 നോട്ടിക്കൽ മൈൽ അകലം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതായത് സൂയസ് കനാലുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്രേഡ് റൂട്ട്, അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്രേഡ് റൂട്ട്, അതായത് ചൈനയെ ഫാർ ഈസ്റ്റിനെ യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്രേഡ് റൂട്ടിലാണ് ഇന്ത്യ കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. രണ്ടാമതായിട്ട് നമുക്ക് 7500 കിലോമീറ്റർ നീളമുള്ള ഒരു തീരപ്രദേശമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യ ഒരു പെനിൻസുലയാണ്. നമുക്ക് ഇന്ത്യയുടെ ഈസ്റ്റിലും വെസ്റ്റിലും ഒരുപാട് പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ്. ഇത്രയും പ്രത്യേകത ഉണ്ടായിട്ടും ഇത്രയും ട്രേഡ് റൂട്ടിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു കൺട്രി ആയിട്ട് കൂടി എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റി, നമ്മുടെ ഷിപ്പിങ്ങിൽ നമുക്ക് കാര്യമായിട്ടുള്ള മെച്ചമുണ്ടാക്കാൻ കഴിയാത്തത്? അതൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അതിനൊരു കാരണം നമുക്ക് പറയാനുള്ളത് നമ്മുടെ പോർട്ടുകൾക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ആഴമില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലെ പോർട്ട്സ് എടുക്കുകയാണെങ്കിൽ ഈവൻ JNPT മുംബൈക്ക് വരുന്നത് 15.5 മീറ്റർ ഡ്രാഫ്റ്റാണ്. ചെന്നൈ പോർട്ടിനാണെങ്കിൽ 14 മീറ്റർ ഡ്രാഫ്റ്റ്. മുണ്ട്ര പോർട്ടിനും ഗുജറാത്തും ഡ്രാഫ്റ്റ് വളരെ കുറവാണ്. നമ്മുടെ കൊച്ചിൻ പോർട്ടിന് 14.5 മീറ്ററാണ് ഡ്രാഫ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിഴിഞ്ഞം പോർട്ടിന് ഒരു ആഴമുള്ള നാച്ചുറലായിട്ടുള്ള ആഴമുള്ള പോർട്ടാണ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ? അതായത് ഇപ്പോഴത്തെ നമ്മുടെ ട്രേഡ് റൂട്ട് കണക്ട് ചെയ്യുന്നത് കൊളംബോ പോർട്ട് കിലാങ് വഴിയാണെങ്കിൽ അതിനെ നമുക്ക് കൊച്ചിയിൽ കൊണ്ടുവരാൻ ഇപ്പോൾ കഴിയുന്നില്ല. കാരണം നമ്മുടെ പോർട്ടിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, നമ്മുടെ ഡ്രാഫ്റ്റിൻ്റേതായിട്ടുള്ള കൺസേൺ കാരണം പറ്റുന്നില്ല. നമുക്കിനി നാളെ കൊണ്ടുവരാം. നമ്മുടെ വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ വിധത്തിലുള്ള പോസിബിലിറ്റി നമുക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോകൾ, അതായത് നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള കാർഗോസ് എല്ലാം തന്നെ കൊളംബോയിലേക്കാണ് പോകുന്നത്. അതിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ പോർട്ട് കൊണ്ട് പറ്റുമെന്നുള്ളതാണ് വിഴിഞ്ഞം പോർട്ടിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പോർട്ട്സിൻ്റെ ഓപ്പറേഷണൽ എക്സ്പെൻസുകൾ കുറച്ച് കൂടുതലാണ്. ടെർമിനൽ ഹാൻഡ്ലിംഗ് ചാർജ് എടുക്കുകയാണെങ്കിൽ തന്നെ അത് കമ്പാരിറ്റീവ്ലി ഹയറാണ്. അതുപോലെ തന്നെ പോർട്ട് ഡ്യൂസ് കൂടുതലാണ്, ബെർത്ത് ഹയർ ചാർജ്, അങ്ങനെയുള്ള ഷിപ്പിങ്ങിൻ്റെ വെസൽ ചാർജസ് എല്ലാം തന്നെ കുറച്ച് കൂടുതലാണ്. നമുക്ക് മാർക്കറ്റ് റേറ്റ്സായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും കഴിയുന്നില്ല. അതാണ് കൊളംബോയുടെ ഏറ്റവും വലിയ അഡ്ജ്. ഇനി വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ ICTT വല്ലാർപാടം ചെയ്യുന്ന കാര്യം കൺസെഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന കപ്പലുകൾക്ക് അവർക്ക് റിബേറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്താണ് അവരിവിടെ കൊണ്ടുവരുന്നത്. വെസൽ ചാർജസ് ഇവിടെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് റേറ്റായിട്ട് ഒത്തുപോകാനായിട്ട് അവർക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എത്ര കാലം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പോൾ അതിനെല്ലാം വിഴിഞ്ഞം ഒരു പരിഹാരം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇനി നമ്മുടെ ഇവിടെ ന്യൂസൊക്കെ എടുത്തു കഴിഞ്ഞാൽ വല്ലാർപാടം വീണ്ടും TLC കൂട്ടിയതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മളിവിടെ ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റേതായിട്ടുള്ള ചാർജ് കുറച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഗവൺമെൻറ് ട്രാൻസ്ഷിപ്മെൻറ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് നല്ലൊരു ആഴമുണ്ട്, ഡ്രാഫ്റ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മദർഷിപ്സ് വരാനും ട്രാൻസ്ഷിപ്പിംഗ് നടക്കാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ട്രേഡ് റൂട്ടിലാണ് കിടക്കുന്നത് നമ്മൾ കണ്ടു. ഈ കാണിച്ചിരിക്കുന്ന ഇൻ്റർനാഷണൽ സീ റൂട്ടിലാണ് നമ്മുടെ വിഴിഞ്ഞം ഉള്ളത്. കൊച്ചിയേക്കാൾ കുറച്ചുകൂടി അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോർട്ട് ഡെവലപ്പ് ആവാനുള്ള എല്ലാ തരത്തിലുള്ള ചാൻസും ഉണ്ട്. നെക്സ്റ്റ് കൊളംബോയും സിംഗപ്പൂരും ഒക്കെ ആയിട്ട് ഈ പോർട്ട് തീരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇനി നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ, നമ്മൾ ഹിസ്റ്റോറിക്കലി പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മുസിരീസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു പോർട്ടായിരുന്നു പണ്ട് ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത്. അതിൻ്റെ പല തെളിവുകളും നമുക്ക് ആർക്കിയോളജിക്കലി കിട്ടുന്നുണ്ട്. 1st സെഞ്ച്വറി BC തൊട്ട് തന്നെ വിഴിഞ്ഞം ഉണ്ടെന്നുള്ളതിൻ്റേതായിട്ടുള്ള പല പ്രൂഫുകളും നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എക്സിസ്റ്റ് ചെയ്തു. ഇത് പുതിയൊരു സംഭവമല്ല, പണ്ട് തൊട്ടേ ഉള്ളതാണെന്നുള്ള തെളിവുകളാണ്. 1000 BC പറയുന്നുണ്ട്, ചോള ഡൈനസ്റ്റിയുടെ കാലത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റീജൻ്റ് റാണി സേതു ലക്ഷ്മി ബായ് ടുക്ക് ഇനീഷ്യേറ്റീവ് ടു ഡെവലപ്പ് വിഴിഞ്ഞം അണ്ടർ സൂപ്പർവിഷൻ ഓഫ് സർ CP രാമസ്വാമി അയ്യർ. അവരുടെ കാലം തൊട്ട് തന്നെ നമ്മൾ 375 ലാഖ് അതിന് വേണ്ടിയിട്ട് സാങ്ഷൻ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഈ പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റാണ്. ഈ 1955-57 വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു ഫിഷിംഗ് ഹാർബർ ആക്കാനുള്ള പണി തുടങ്ങി. അതിനെന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ആ പണി പിന്നീട് നടന്നില്ല. ഇതെല്ലാം പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം ഒരു പുതിയ പ്രോജക്റ്റ് അല്ല,
അങ്ങ് BC കാലഘട്ടം തൊട്ട് തന്നെ ഇവിടെയുള്ള ഒരു പോർട്ടായിരുന്നു. ഇനി ജോഗ്രഫി എടുത്ത് നോക്കുവാണെങ്കിൽ 8 ഡിഗ്രി 76 ഡിഗ്രി ഇതാണ് നമ്മുടെ ആ ഒരു ജിയോഗ്രഫിക്കൽ കോർഡിനേറ്റ്സ് വരുന്നത്. ട്രോപ്പിക്കൽ റീജിയനാണ് നമുക്കറിയാം. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നല്ല കണക്ടിവിറ്റി ഉണ്ട്, റോഡ് കണക്ടിവിറ്റി ഉണ്ട്, എയർപോർട്ട് കണക്ടിവിറ്റി ഉണ്ട്. എല്ലാം കൊണ്ടും വളരെ സമ്പുഷ്ടമായിട്ടുള്ളൊരു പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം. ഇനി നമ്മൾ വിഴിഞ്ഞത്തിന് നമ്മൾ കുറച്ച് നമ്മുടെ വല്ലാർപാടമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഡ്രഡ്ജിങ്ങിൻ്റേതായിട്ടുള്ള കോസ്റ്റ് നമുക്കിവിടെ വരുന്നില്ല എന്നുള്ളത് അഡ്വാൻറ്റേജാണ്. കാരണം വല്ലാർപാടത്ത് നമുക്കറിയാം, വല്ലാർപാട് എന്ന് പറയുന്നത് നാച്ചുറൽ ഹാർബർ തന്നെയാണെങ്കിൽ പോലും നമ്മുടെ പെരിയാർ റിവറിൻ്റേതായിട്ടുള്ള എക്കൽ അടിഞ്ഞുകൂടുന്ന ഒരു യൂസ്റ്റെറിൻ ഇത് കണ്ടല്ലോ, യൂസ്റ്റെറിനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രഡ്ജിങ്ങിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് 14.5 മീറ്റർ ആ ഒരു ഡ്രാഫ്റ്റ് മീറ്റ് ചെയ്യാൻ നമുക്ക് ഡ്രഡ്ജിങ് വേണം. കൊൽക്കത്ത പോർട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഡ്ജിങ് വേണ്ടി വരുന്നത്. അവിടെ നമുക്ക് ഹുഗ്ലി റിവറിൻ്റെ തീരത്തായതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടമാനം സിൽറ്റേഷൻ വരുന്നുണ്ട്. അത്രയും പ്രശ്നം നമുക്കിവിടെ ഇല്ല. എങ്കിലും നമ്മുടെ വിഴിഞ്ഞത്ത് അതൊന്നും ഇല്ല എന്നുള്ള അഡ്വാൻറ്റേജാണ്. ഡ്രാഫ്റ്റിൻ്റെ ചെറിയ കമ്പാരിസണാണ്. നമ്മൾ ഓവറോൾ എല്ലായിടത്തും കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം നോക്കുക, വല്ലാർപാടം 14.5 മീറ്ററാണ് ആഴം, കൊളംബോ 18 മീറ്റർ, മുണ്ട്ര 17 മീറ്റർ, വിഴിഞ്ഞം 24, സിംഗപ്പൂർ 15, റോട്ടർഡാം 23. അപ്പോൾ ഇൻ്റർനാഷണൽ നോക്കുവാണെങ്കിലും വിഴിഞ്ഞം പോർട്ടിന് അത്യാവശ്യം നല്ല ഡ്രാഫ്റ്റ് തന്നെ ഉണ്ട്. നമ്മുടേതൊരു 7.5 മില്യൺ TU ഹാൻഡിൽ ചെയ്യുക. 5 മില്യൺ TUs ഒക്കെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസിൽ അത്രയൊന്നുമില്ല, 1 മില്യൺ ആണുള്ളത്. പക്ഷേ ഫ്യൂച്ചറിലോട്ട് നമുക്കൊരു ഈ പറയുന്ന 5 മില്യണിലൊക്കെ എത്താൻ പറ്റുമെന്നുള്ള കാണുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കും കൊച്ചി എത്ര ചെയ്യുന്നുള്ളത്. കൊച്ചി നമുക്കിപ്പോൾ ചെയ്യുന്നത് 7 ലക്ഷമാണ്. നമ്മൾ മില്യൺ ആയിട്ടില്ല. മില്യണാണ് ടാർഗറ്റ് ചെയ്തത്. പക്ഷേ നമ്മുടെ പോർട്ടിൻ്റേതായിട്ടുള്ള ട്രാൻസ്ഷിപ്പിൻ്റെതായ പ്രോബ്ലം കാരണം നമുക്കത്ര അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഫസ്റ്റ് ഫേസിൽ വിഴിഞ്ഞ് എന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. നമുക്ക് 3.1 കിലോമീറ്റർ ലെങ്ത്തിലുള്ള ബ്രേക്ക് വാട്ടറാണുള്ളത്. നമുക്ക് വല്ലാർപാടത്ത് നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ ആവശ്യമില്ല, അത് പിന്നീട് പറയാം. ബെർത്ത് നമുക്കൊരു 800 മീറ്റർ ലെങ്ത് ഉണ്ട്, അതിൽ മേലെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അതുപോലെ ക്രെയിൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. നമുക്ക് ക്രെയിൻസ് എടുക്കുവാണെങ്കിൽ നമുക്ക് 4 ക്രെയിൻസ്, വലിയ ക്രെയിൻസ്, ഷിപ്പ് ടു ഷോർ ക്രെയിൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റബ്ബർ ടയർഡ് ഗ്യാരണ്ടി ക്രെയിൻസ് എന്ന യാർഡിലെ ക്രെയിൻസ് കൂടി നമുക്കുണ്ട്. അങ്ങനെ ഇത് നമുക്കറിയാം 7,500 കോടിയുടെ പ്രോജക്റ്റാണ്, വലിയ പ്രോജക്റ്റാണ്. നമ്മുടെ വല്ലാർപാടം ഏതാണ്ട് എത്രയാണ് 3000 കോടിയിലേക്കേ വരുന്നുള്ളൂ. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷൻ നമുക്ക് വല്ലാർപാടത്തില്ല. കാരണം വല്ലാർപാടം എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ വല്ലാർപാടം ഒരു നാച്ചുറൽ ഹാർബറാണ്. കൊച്ചിൻ പോർട്ട് നാച്ചുറൽ ഹാർബറാണ്. മട്ടാഞ്ചേരിക്കും അതുപോലെ തന്നെ വൈപ്പിനൊക്കെ ഇടയ്ക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് ഒരു നാച്ചുറലായിട്ടുള്ള പോർട്ടല്ല വിഴിഞ്ഞം. നമുക്കിവിടെ ബ്രേക്ക് വാട്ടർ പുലിമുട്ടുകൾ കിട്ടേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. അത് ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ. നമുക്കവിടെ ഒരു കോസ്റ്റൽ ഇറോഷൻ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതുവരെ ഉണ്ടായി എന്നൊക്കെ പറയുന്നു. ഇനി നമ്മുടെ പോർട്ടിൻ്റെ എഗ്രിമെൻറ്റ്സിലേക്ക് വരുവാണെങ്കിൽ ഇത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പാണ്. ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളും പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അദാനി പോർട്ടാണ് സ്പെഷ്യൽ എക്കണോമിക് സോണാണ് നമ്മുടെ ഈ പോർട്ടിൻ്റെ ആ ഡെവലപ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. കേരള മാരിടൈം ബോർഡ്, ഗവൺമെൻറ് ഓഫ് കേരളയായിട്ടാണ് ഈ എഗ്രിമെൻറ്റ് വരുന്നത്. 40 വർഷത്തെ ഒരു പാട്ടക്കരാറാണിത്. നമ്മുടെ വല്ലാർപാട് എടുത്തു കഴിഞ്ഞാലും അതൊരു 30 വർഷത്തെ പാട്ടക്കരാറാണ്. ഇനി ആ 2 പാട്ടക്കരാറും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം അല്ലേ. നമ്മുടെ വിഴിഞ്ഞം എടുത്തു കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടെന്ന് പറയുന്നത് DBFOT എന്ന് പറയുന്ന ഒരു പാട്ടക്കരാറാണ്. അതായത് ഡിസൈൻ, ബിൽറ്റ്, ഫിനാൻസ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ. വല്ലാർപാട് എന്ന് പറയുന്നത് ബിൽറ്റ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന പാട്ടക്കരാറാണ്. ഇതെന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ബിൽറ്റ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ടെർമിനലിനുള്ള സ്ഥലം നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്നു. അതുപോലെ വല്ലാർപാടം കൊച്ചിൻ പോർട്ട് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതൊരു മേജർ പോർട്ടാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് അല്ല ഇവിടെ വരുന്നത്. വല്ലാർപാടത്ത് വരുന്നത് ഇവരാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റാണ്. അവരാണ് ഈ സ്ഥലം കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് ഇവിടെ ബിൽഡ് ചെയ്യുന്നത്. DP വേൾഡാണ്, ഈ ദുബായ് പോർട്ട് വേൾഡാണ് ഈ പോർട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാർഗോ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നവരാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് 30 ഇയേഴ്സിന് പീരീഡ് കഴിയുമ്പോഴത്തേക്കും ഈ കാർഗോ ഓപ്പറേഷൻസ് എല്ലാം ഇവർ വീണ്ടും തിരിച്ച് ഗവൺമെൻറ്റിന് പോകുന്നു. BOT ആണ്. എന്നാൽ ഇവിടെ നമുക്ക് വരുന്നത് ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന അദാനിക്ക് കുറച്ചുകൂടി ഓട്ടോണമി ഉള്ള ഒരു സംവിധാനമാണ് DBFOT. ഡിസൈൻ ചെയ്യുന്നത് ഈ പോർട്ടിൻ്റെ ലേഔട്ട്, പോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ, ഇതെല്ലാം കംപ്ലീറ്റ്, ഈവൻ ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷൻ, നാവിഗേഷണൽ ചാനൽ, ഇതെല്ലാം ചെയ്യുന്നത് ഇവർ തന്നെയാണ്. അദാനി തന്നെയാണ് ചെയ്യുന്നത്. അത് ഇവരുടെ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഫിനാൻസിങ്ങും അതുപോലെ തന്നെ മെയിനായിട്ട് ഫിനാൻസ് ചെയ്യുന്ന അദാനി തന്നെയാണ്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അദാനിക്ക് കുറച്ചും കൂടെ സേ ഇതിനകത്തുണ്ട്. മറ്റത് അങ്ങനെയല്ല. മറ്റേതൊരു മേജർ പോർട്ടാണ്. മേജർ പോർട്ടെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നാഷണൽ ലെവലിലുള്ള പോർട്ടാണ്. ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റി, നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ട് അത് BOT ആണ്. ഇത് ശരിക്കും നമുക്ക് പ്രൈവറ്റിന് കയറി കളിക്കാവുന്ന, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റാണ് DBFOT. കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അദാനിയാണ്, വിഴിഞ്ഞം എല്ലാവർക്കും അറിയാം.
ഇനി വല്ലാർപാടം ചെയ്യുന്നത് ദുബായ് പോർട്ടാണ്. കൺസെഷൻ പീരീഡ് നമുക്ക് വിഴിഞ്ഞത്ത് 40 ഇയർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പ്രൈവറ്റിന് കുറച്ചുകൂടി ഓട്ടോണമി ഉണ്ട്, അവർക്ക് കുറച്ചുകൂടി റവന്യൂ എടുക്കാം. ഇവിടെ 30 ഇയേഴ്സാണ് വരുന്നത്. റവന്യൂ ഷെയറിങ് എല്ലാം വിഴിഞ്ഞത്ത് വളരെ കൂടുതലാണ്. ഈവൻ ഇപ്പോഴത്തെ ഒരു സ്റ്റഡി പറയുന്നത് ഫസ്റ്റ് 20 ഇയേഴ്സിലേക്ക് വിഴിഞ്ഞം പോർട്ട് കേരള ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ഒരു റവന്യൂ കൊടുക്കേണ്ടെന്നാണ്. കാരണം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന പേരിൽ കൊടുക്കേണ്ടിയിരുന്ന ആ ഒരു എമൗണ്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിന് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കാരാണ്. അതുകൊണ്ട് ഫസ്റ്റ് 20 ഇയേഴ്സിലേക്ക് നമ്മളുമായിട്ട് പ്രത്യേകിച്ച് റവന്യൂ ഷെയറിംഗ് ഒന്നും അവർ ചെയ്യുന്നില്ല. നമ്മുടെ വിഴിഞ്ഞം ഒരു 7000 കോടിയുടെ പദ്ധതിയാണ്, 7525. എന്നാൽ വല്ലാർപാടം 3200 കോടിയുടേതാണ്. ഇതൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇനി നോക്കേണ്ട കാര്യം, ഈ DBFOT എഗ്രിമെൻറ്റ്സ് പലതുണ്ടോ. ഇത് ആദ്യത്തെയൊന്നുമല്ല. മുണ്ട്ര പോർട്ട് അദാനി ചെയ്തതാണ് ഫസ്റ്റ് DBFOT. മെയിനായിട്ട് പറഞ്ഞാൽ അദാനി എടുക്കുന്നതെല്ലാം തന്നെ DBFOT ആണ്. കാരണം അവർക്ക് കൂടുതൽ കൺട്രോൾ വേണം, അവർക്ക് പ്രോഫിറ്റ് വേണം, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ചാർജസ് എടുക്കുകയാണെങ്കിൽ ഒരു പോർട്ടിന് 2 തരം ചാർജുണ്ട് നോക്കുക. ഒന്ന് നമുക്ക് VRC വെസൽ റിലേറ്റഡ് ചാർജസും ടെർമിനൽ ഹാൻഡ്ലിംഗ് ചാർജും. VRC എന്ന് പറയുന്നത് വെസൽ ഒരു പോർട്ടിലോട്ട് ബെർത്ത് ചെയ്യുമ്പോൾ വരുന്ന ചാർജസാണ്. മറൈൻ പൈലറ്റേജ് ചാർജ്, ടോവേജ് ചാർജ്, ടഗിൻ്റെ ചാർജുകൾ, മൂറിങ് ചാർജ്, കെട്ടിയെടുക്കുക, കപ്പലിനെ അവിടെ നിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വരുന്ന ചാർജസാണ്. ഇതെല്ലാം കളക്ട് ചെയ്യുന്നത് അദാനി തന്നെയാണ്. അതുപോലെ THC നമ്മുടെ ക്രെയിൻ ഓപ്പറേഷൻ വഴി കാർഗോനെ കൊണ്ടുവരിക, പോർട്ടിലോട്ട് ടെർമിനലിലേക്ക് ഇറക്കി വയ്ക്കുക, അങ്ങനത്തെ ചാർജസ് എല്ലാം ചെയ്യുന്നത് അദാനി തന്നെയാണ്. എന്നാൽ വല്ലാർപാടത്ത് അങ്ങനെയല്ല. വല്ലാർപാടത്തെ വെസൽ ചാർജസ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റാണ് കളക്ട് ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. ഈ ഡ്രഡ്ജിങ് ഉൾപ്പെടെയുള്ള കോസ്റ്റൊക്കെ അവരാണ് എടുക്കുക. COPT കൊച്ചിൻ പോർട്ട് ട്രസ്റ്റാണ് എടുക്കുക. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുക. ഇനി നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ പ്രസൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നമുക്ക് വരുവാണെങ്കിൽ പെട്ടെന്ന് നോക്കാം. ബ്രേക്ക് വാട്ടർ ഉണ്ട്, അത് ഏതാണ്ട് 3 കിലോമീറ്ററാണെന്ന് ഞാൻ പറഞ്ഞു. ബെർത്ത് ഇപ്പോഴത്തെ പ്രസൻറ്റ് ബെർത്തിന് ഒരു 800 മീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 ഷിപ്സിനെയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം, ബെർത്ത് ചെയ്യിക്കാം. ഈ യാർഡ് ക്രെയിൻസ് 24 എണ്ണം ആണ് ഇപ്പോഴുള്ളത്. DP വേളിൽ ഏകദേശം 24 തന്നെ, വല്ലാർപാടത്ത് ഏതാണ്ട് 24 തന്നെയാണ് വരിക. ഷിപ്പ് ടു ഷോർ ക്രെയിൻ 8 എണ്ണം ഇൻസ്റ്റാളേഷൻ എക്സ്പയർഡ് ബൈ ഏപ്രിൽ 6 എണ്ണം ഇൻസ്റ്റാൾ ചെയ്തെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ DP വേൾഡിന് ഫസ്റ്റ് ഫേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും വിഴിഞ്ഞത്തിൻ്റെ ഫസ്റ്റ് ഫേസും തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ കുറച്ച് ന്യൂസുകളിലേക്ക് പോവുകയാണെങ്കിൽ, എന്ന് തൊട്ടാണ് നമ്മൾ ഇത് ന്യൂസ് കേൾക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് 2006 അതിന് മുന്നേ തൊട്ട എയറിലുണ്ട്. ലെഫ്റ്റ് പാർട്ടീസ് ആദ്യം ഇത് ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റിന് കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്, അല്ലേ? ചൈനയ്ക്ക് കൊടുക്കുക, ചൈന ആയിട്ടുള്ള ഒരു ടൈപ്പൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നടന്നില്ല. പിന്നീട് അതിനൊരു മാറ്റം, ഗ്ലോബൽ ടെൻഡർ കൊടുക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കമ്പനീസിനെ നമ്മൾ ടെൻഡറിന് ക്ഷണിക്കുന്നുണ്ട്. അത് 2007 ഓഗസ്റ്റിലാണ്. ചില ഡേറ്റ് മാത്രം നമ്മൾ പെട്ടെന്ന് നോക്കിയിട്ട് പോവാം. 5 പേര് 5 കൺസോർഷ്യമാണ് നമ്മൾ ബിഡിന് വേണ്ടി കൊണ്ടുവന്നത്. 2008 ഈ 5 പേരും ബിഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് നമുക്ക് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. പാരിസ്ഥിതിക ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഈ പോർട്ടിനില്ല എന്നുള്ളതിൻ്റെ ഒരു ക്ലിയറൻസ് നമുക്ക് 2013 തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് വളരെ ആവശ്യമാണ്. അറ്റ് ദ എൻഡ് 2015 അദാനിക്ക് ഈ ഒരു ടെർമിനലിൻ്റേതായിട്ടുള്ള ബിഡ് കിട്ടുന്നു. അദാനി ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള പരിപാടികളും അവർക്ക് ആയിട്ടുണ്ട്. വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാമെന്നുള്ളതറിയാം. പക്ഷേ കോവിഡ് സമയത്ത് നമ്മുടെ വർക്കുകളൊക്കെ കുറച്ച് ഡിലേ വന്നു, അല്ലേ? നമുക്കതിന് ലോക്ക്ഡൗൺ വന്നു, അതൊക്കെ അഫക്റ്റ് ചെയ്തു. പിന്നീട് വീണ്ടും കൂനിന്മേൽ കുലുവായിട്ട് നമുക്ക് എന്ത് വന്നു, വിഴിഞ്ഞത്ത് വന്ന ബ്രേക്ക് വാട്ടറെല്ലാം വാഷവേ പോയി. നമുക്ക് സൈക്ലോൺ ഓക്കി വന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ പണിയെല്ലാം കുറച്ചൊന്ന് ഡിലേ വന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ മൺസൂൺ കുറച്ച് കനത്തപ്പോഴത്തേക്ക് എന്ത് പറ്റി, കോസ്റ്റൽ ഇറോഷൻ കണ്ടമാനം കൂടി, കോസ്റ്റൽ ഡ്രിഫ്റ്റിംഗ് ഉണ്ടായി, ആളുകൾക്ക് പേടിയായി, ഒരുപാട് ആൾക്കാരുടെ വീടുകൾ പോയി തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇത് വിഴിഞ്ഞം പോർട്ട് കാരണമാണ് എന്നുള്ളതിൻ്റെ കുറച്ച് കഥകളൊക്കെ പെരുകി തുടങ്ങി. അതൊരു പരിധി വരെ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം നമുക്ക് ഇത്രയും ലെങ്ത്തിലുള്ളൊരു ബ്രേക്ക് വാട്ടറാണ് അവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും 100 ദിവസം അങ്ങനെയൊക്കെ സ്ട്രൈക്ക് നടന്നു, അല്ലേ? അറ്റ് ദ എൻഡ് 130 ഡേയ്സിന് ശേഷം ആ പ്രൊട്ടസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. കാരണം ഇത് ആരുടെയും, ഈവൻ ഗവൺമെൻറ്റും അതുപോലെ കോടതിയും എല്ലാവരും ഇതിനെതിരെ തന്നെയാണ്. കാരണം നമ്മുടെ ഇവിടെ ഡെവലപ്മെൻറ്റ് വേണം, അല്ലേ? അതിന് വേറെ നിവൃത്തിയൊന്നുമില്ല. അങ്ങനെ ഈ പോർട്ട് വേണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ നമുക്ക് അവിടെയുള്ള ആൾക്കാർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക. ഗവൺമെൻറ് അതിനുള്ള കോമ്പൻസേഷനൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് പോർട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മുടെ പോർട്ടിൻ്റെ ബ്രേക്ക് വാട്ടറിൻ്റെ പണികളൊക്കെ 2024 മെയ് ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്തു. യാർഡിലേക്കുള്ള ക്രെയിൻസൊക്കെ കൊണ്ടുവന്നു. ആ കപ്പലാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. അതും ഏപ്രിൽ 9 തന്നെ ക്രെയിൻസൊക്കെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തു. ISPS എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് നമുക്ക് 2024 ഏപ്രിലിൽ തന്നെ കിട്ടി. അത് IMOയുടെ ഒരു ഇതാണ്. അതായത് സെക്യൂരിറ്റി ലെവൽസൊക്കെ നമ്മൾ ഇൻ്റർനാഷണലി മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സംഭവമാണ്. അത് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇൻ്റർനാഷണലായിട്ട് വെസൽസ് വരത്തുള്ളൂ. അത് കിട്ടി. പിന്നീട് നമുക്ക് വിഴിഞ്ഞത്ത് വേറെയും കപ്പലുകൾ വന്നു ക്രെയിൻസ് കൊണ്ടുവരാനായിട്ട്.
പിന്നെ നമുക്ക് ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പദവി നമുക്ക് കസ്റ്റംസുകാരുടെ നിന്ന് കിട്ടി. ഇന്ത്യൻ ഗവൺമെൻറ് തന്നു. 2024 ഏപ്രിലാണത് കിട്ടിയത്. അപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് ഓപ്പറേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണം സമയത്ത് നമ്മൾ വിഴിഞ്ഞം പോർട്ട് കപ്പലുകൾ വരും. അങ്ങനെ നമ്മുടെ പോർട്ട് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായിട്ട് മാറട്ടെ എന്ന് പറയാം. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, നമ്മുടെ ഈ ക്ലൈമറ്റിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഷോർ ലൈൻ ഡ്രിഫ്റ്റിംഗ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ വീടുകൾ പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ ഉള്ള ഒരു അഡ്രസ്സിങ് നമ്മൾ ഗവൺമെൻറ് നടത്തേണ്ടതായിട്ടുണ്ടെന്നുള്ളത് ഈ ഇടയ്ക്ക് പറയേണ്ടതാണ്. അതുപോലെ തന്നെ കോസ്റ്റൽ ഇറോഷൻ, ഇതെല്ലാം തന്നെ നമ്മുടെ കോസ്റ്റലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിൽ വേണം. പിന്നീട് കുറച്ച് ചോദ്യങ്ങൾ ഏറെ ഉണ്ടെന്നുള്ളത് പറയുകയാണെങ്കിൽ, വിഴിഞ്ഞം പോർട്ടിന് കൊളംബോയായിട്ട് ഇനി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റി നമുക്കുണ്ട്, ഡ്രാഫ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മാർക്കറ്റ് റേറ്റുമായിട്ട് ഒത്തുപോകണം. കൊളംബോ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അങ്ങനെ മാർക്കറ്റ് റേറ്റ് ഒത്തുപോകാനായിട്ട് പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദാനിക്ക് ഒരിക്കലും റേറ്റ് ഒരു പരിധിക്കുള്ളിൽ കൂട്ടാൻ കഴിയത്തില്ല. അതാണ് നമ്മുടെ ആ ഒരു എഗ്രിമെൻറ്റ്. അതുകൊണ്ട് പറ്റേണ്ടതാണ്. രണ്ടാമതായിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വീണ്ടും നടത്തണമെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഷോർ ലൈൻ ഡ്രിഫ്റ്റിംഗ് ഉണ്ടായി, മൺസൂൺ കടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നടത്തണമെന്നൊക്കെ ഗ്രീൻ ട്രൈബ്യൂണൽ പറയുന്നുണ്ട്. അത് ഒന്നും ആരും ചെവിക്കൊള്ളുന്നില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാവും, ഇനി ഭാവിയിൽ ഇതൊരു ഓൾ വെതർ പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത് ഫിഷർമാൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. ഇവിടെയുള്ള ഫിഷിംഗ് ഹാർബർ അഫക്റ്റ് ചെയ്യുന്നു. ഇവിടെയുള്ള ചില ഫിഷൊക്കെ ഇവിടുന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അഡ്രസ്സ് ചെയ്യണമെന്നാണ്. അതൊക്കെ റീഹാബിറ്റേഷൻ കൃത്യമായിട്ട് കൊടുക്കണം. ഇതിനെപ്പറ്റിയുള്ള പലതരത്തിലുള്ള വാർത്തകളുമുണ്ട്. എന്തായാലും നമ്മുടെ മൺസൂൺ ഇത്രയും കനത്ത് നിൽക്കുമ്പോൾ ഈ പോർട്ട് ഓൾ വെതർ പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ട്. കൊളംബോയായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇതിനെല്ലാം പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ അദാനിയുടെയും നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാവരുടെയും ആവശ്യമാണ്. താങ്ക് യു വെരി മച്ച്.